everyone, welcome back to the world of English. നാച്ചു സാറാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമറാണ്. നിങ്ങൾക്ക് അവിടെ എഡിറ്റിങ്ങും ഫ്രേസൽ വേർബ്സും അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. 8ാം ക്ലാസ്സിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 10ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് ഫ്രേസൽ വേർബ്സ്. സോ അത് അടിപൊളിയായിട്ട് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകാവുള്ളൂ. ആദ്യം ഞാൻ എന്താണ് ഫ്രേസൽ വേർബ് എന്ന് നിങ്ങളോട് പറയാം. ചിലപ്പോൾ ചില ആൾക്കാർ ഈ വേർഡ് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് പറയുന്നു, വേഗത്തിൽ പറയാം. ഞാൻ പുട്ട് എന്ന് പറഞ്ഞ ഒരു വേർബ് എടുക്കുന്നു. പുട്ട് എന്ന് പറഞ്ഞാൽ എന്തെടുക്കുന്നു? വേർബ് എടുക്കുന്നു. പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ്. പുട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? വെക്കുക എന്നാണ്. റെഡിയാണല്ലോ? റെഡിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഓൺ എന്ന് പറഞ്ഞൊരു പ്രപ്പോസിഷൻ ചേർക്കുന്നു. ഓണ്, ഇറ്റ്, ഓഫ്, ഔട്ട് എന്നൊക്കെ പറഞ്ഞ പ്രപ്പോസിഷൻസ് ഇല്ലേ, അതിലൊന്നാണ് ഓൺ. സോ ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ്. ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ എന്നാണ്. ഇംഗ്ലീഷിൽ ഈ പുട്ടെന്ന് പറഞ്ഞ വേർബും ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷനും ചേർത്ത് കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കിയല്ലോ കേട്ടോ, ഓൾറെഡി ഇംഗ്ലീഷിലുള്ളതാണ്, ഒരു ഫ്രേസൽ വേർബ് കിട്ടും. ആ ഫ്രേസൽ വേർബ് എന്തായിരിക്കും? സിമ്പിൾ അല്ലേ? പുട്ട് ഓൺ ആണ്. അപ്പോൾ എന്താ പുട്ടോണിൻ്റെ മീനിങ്? പുട്ടോണിൻ്റെ മീനിങ് മുകളിൽ വെക്കുക എന്നാണോ? അല്ല. പുട്ടോണിൻ്റെ മീനിങ് എന്താ? പുട്ടോണിൻ്റെ മീനിങ് ടു വെയർ എന്നാണ്, ധരിക്കുക എന്നാണ്. അപ്പോൾ പ്രശ്നമായില്ലേ? നമുക്ക് വെറും പുട്ടും ഓണിൻ്റെ മീനിങ് നോക്കിയിട്ട് പുട്ടോണിൻ്റെ മീനിങ് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് വിളിക്കുക. അതായത് ഒരു വേർബിൻ്റെയും പ്രപ്പോസിഷൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് വിളിക്കുക. പലപ്പോഴും ആ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് നമ്മൾ ഈ കമ്പൈൻ ചെയ്യുന്ന വേർബിൻ്റെയും പ്രപ്പോസിഷൻ്റെയും മീനിങ്ങിൽ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ചിലതൊക്കെ ഗസ് ചെയ്യാൻ പറ്റും, പക്ഷെ പലതും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ നിരന്തരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഫ്രേസൽ വേർബ്സ് പഠിച്ചു വെക്കുക. ഇത് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് പഠിച്ചു വെച്ചാൽ ഓപ്ഷൻസിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനമായില്ലേ? ഓക്കെ ആണോ? അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ റെഡിയാണ്. സോ ഇതാണ് ഒന്നാമത്തെ ഫ്രേസൽ വേർബ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് അല്ലേ? പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു വെയർ എന്നാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണ്? ടു വെയർ എന്നാണ്, ധരിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ വസ്ത്രം അഴിക്കുന്നതിന് എന്താ പറയുക? വസ്ത്രം അഴിക്കുക, അതായത് വസ്ത്രം അഴിക്കുക. പുട്ട് ഓഫ് ആണോ? അല്ല. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ, പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു പരിപാടിയൊക്കെ നീട്ടി വെക്കുന്നതിനെയാണ് നമ്മൾ പുട്ട് ഓഫ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ എന്ന് പറയാം. എന്നാൽ പുട്ട് ഓണിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ടേക്ക് ഓഫ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ടേക്ക് ഓഫ് അല്ലേ? വിമാനം പറന്നു പോകുന്നതിനെ നമ്മൾ ടേക്ക് ഓഫ് എന്ന് വിളിക്കുക, പക്ഷേ പുട്ട് ഓണിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ടേക്ക് ഓഫ് ആണ്. അഴിക്കുക. ഐ ടുക്ക് ഓഫ് മൈ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഷർട്ട് അഴിച്ചു എന്നാണ് അല്ലേ? അടുത്തത് പുട്ട് അക്രോസ്. എന്താ പുട്ട് അക്രോസിൻ്റെ മീനിങ്? പുട്ട് അക്രോസിൻ്റെ മീനിങ് ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. ടു കമ്മ്യൂണിക്കേറ്റ്, അതായത് ഒരു കാര്യം പറയുക, ഒരു കാര്യം പറയുക. എൻ്റെ കുട്ടികൾ അതിൻ്റെ കൂടെ ഓർമ്മിച്ച് വെക്കേണ്ടത് ഈ പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ് എന്നാണല്ലോ. സോ ഈ കമ്മ്യൂണിക്കേറ്റ് എന്ന് മീനിങ് വരുന്ന മറ്റൊരു ഫ്രേസൽ വേർബ്, ഏകദേശം ആ ഫ്രേസൽ വേർബ് കൂടെ ഒന്ന് മനസ്സിൽ വെക്കാതെ വാ ചോദിച്ചാലോ, പുട്ട് ഫോർവേഡ് ആണ്. അതേതാണ്? പുട്ട് ഫോർവേഡ് ആണ്. പുട്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ ഒരു കാര്യം പറയുക, പ്രസൻറ്റ് ചെയ്യുക, അവതരിപ്പിക്കുക, സജസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ്. അടുത്തത് പുട്ടപ്പ് വിത്ത് ആണ്. ഇതൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഫ്രേസൽ വേർബാണ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു ടോളറേറ്റ് എന്നാണ്. എന്താണ്? ടു ടോളറേറ്റ്, മലയാളത്തിൽ സഹിക്കുക. ഐ കനോട്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് ക്ലാസ് എന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ ടീച്ചർ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഡയലോഗ് പറഞ്ഞിട്ടില്ലേ? അടുത്തത് ടേൺ അപ്പ്, ഇമ്പോർട്ടൻ്റ് ആണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താ? ടു അറൈവ് എന്നാണ്, എത്തിച്ചേരുക എന്നാണ്. ടേൺ ഡൗണോ? ടേൺ ഡൗൺ എന്ന് വെച്ചാൽ ടു റിജക്റ്റ് എന്നാണ്, നിരസിക്കുക. ഷീ റിജക്റ്റഡ് മൈ പ്രപ്പോസൽ, ഷീ ടേൺ ഡൗൺ മൈ പ്രപ്പോസൽ. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് കം അക്രോസ്. നിരന്തരമായി പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഫ്രേസൽ വേർബാണ് കം അക്രോസ്. എന്താ കം അക്രോസ് എന്ന് വെച്ചാൽ? കം എന്ന് വെച്ചാൽ വരിക, അക്രോസ് എന്ന് വെച്ചാൽ കുറുകെ, കുറുകെ വരിക. ഏറെക്കുറെ അങ്ങനെ. കം അക്രോസ് കം അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മീറ്റ് എന്നാണ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മീറ്റ് എന്നാണ്, കണ്ടുമുട്ടുക എന്നാണ്. ഓക്കെ ആണേ? അടുത്തത് കോൾ ഓൺ. കോൾ ഓൺ, ഞാൻ എഴുതിയിട്ടില്ല. കോൾ ഓണും ഉണ്ട്, കോൾ അറ്റും ഉണ്ട്. ഞാൻ പറയാം. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. ഒരാളെ സന്ദർശിക്കുന്നതിനാണ് നമ്മൾ കോൾ ഓൺ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ കോൾ അറ്റ് എന്തായിരിക്കും? കോൾ അറ്റ് ടു വിസിറ്റ് എ പ്ലേസ്. നമ്മൾ സാധാരണ പ്ലേസിൻ്റെ മുമ്പിലല്ലേ അറ്റ് ചേർക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. അടുത്തത് ഗോ ഓൺ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫ്രേസൽ വേർബാണ് ഗോ ഓൺ അല്ലേ? ലൈഫ് ഹാസ് ടു ഗോ ഓൺ അല്ലേ? ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ ഡിഫിക്കൽട്ടീസ്, ലൈഫ് ഹാസ് ടു ഗോ ഓൺ. ഗോ ഓൺ, തുടരുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ മലയാളം ഞാൻ പറയുന്നുണ്ട്. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ?
ടു കണ്ടിന്യൂ എന്നാണ്, തുടരുക എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബ് മേക്കപ്പ് വൺസ് മൈൻഡ്. ഐ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ടു ഗോ ഫോർ എ ടൂർ ഓർ ടു ഗോ ടു മനാലി. സോ ഐ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് എന്ന് വെച്ചാൽ മേക്കപ്പ് വൺസ് മൈൻഡ്, എൻ്റെ ആവാം അവളുടെ ആവാം, ആരെങ്കിലും ഒരാൾ മൈൻഡ് മേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡിസൈഡ് എന്നാണ്, തീരുമാനിക്കുക എന്നാണ്. സോ മേക്കപ്പ് വൺസ് മൈൻഡ് പറയുമ്പോൾ ഉറപ്പായും പറഞ്ഞിരിക്കേണ്ട, ഓർമ്മിച്ചിരിക്കേണ്ട ഒരു ഫ്രേസൽ വെർബാണ് മേക്ക് ഔട്ട്. എന്ന് വെച്ചാൽ എന്താ? ഐ കുഡിൻ മേക്ക് ഔട്ട് ദ മാത്സ് ക്ലാസ്. എനിക്ക് മാത്സ് ക്ലാസ് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താ? മനസ്സിലാക്കുക എന്നാണ്, ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. ഓക്കെ ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയും ഫ്രേസൽ വേർബ്സ് എങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ഇനി 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഫ്രേസൽ വേർബ്സ് നമുക്ക് പഠിക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ്, അല്ലേ, എൻ്റെ പേര് അറിയാമല്ലോ അല്ലേ, എൻ്റെ പേര് ഞാൻ പറയാം. എൻ്റെ പേര് നാസർ ഫാറുദ്ദീൻ എന്നാണ്. NASARFARUDDEN. ഓക്കെ, നാസർ ഫാറുദ്ദീൻ വലിയ പേരാണ്. സോ വലിയ പേര് നിങ്ങൾ വിളിക്കണ്ട, നിങ്ങൾക്ക് എന്നെ നാച്ചു സാർ എന്ന് വിളിക്കാം. നിങ്ങൾക്ക് എന്നെ എന്ത് വിളിക്കാം? നാച്ചു സാർ എന്ന് വിളിക്കാം. സോ ഒരു അഭിപ്രായം, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സോ ഇന്ന് വൈകുന്നേരം 7 മണിയുടെ പബ്ലിക് ലൈവിൻ്റെ കാര്യം മറന്നു പോരുത്. JD സാറിൻ്റെ കൂടെ 2 ചാപ്റ്റേഴ്സ് എടുക്കാൻ ഞാൻ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മളവിടെ പഠിക്കും. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.